സുഹൃത്തുക്കളെ, TV ടോക്കിലേക്ക് സ്വാഗതം. 4 വർഷത്തിന് ശേഷം ആദ്യമായി രാജ്യത്തെ ബേസിക് പലിശ നിരക്ക് കുറച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ തീരുമാനം. ഇന്ന് ചേർന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ നിർണായകമായ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗമാണ് 0.25% പലിശ നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചത്. ഒട്ടേറെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് ആശ്വാസകരമായ ഈ തീരുമാനം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കൈക്കൊണ്ടത്. വരും മാസങ്ങളിൽ ഇനിയും പലിശ നിരക്ക് കുറഞ്ഞേക്കുമെന്ന ശുഭസൂചന നൽകുന്ന തീരുമാനമാണിത്. 0.5% കുറവ് മൂലം മോർഗേജ് തിരിച്ചടവിലും മറ്റും കാര്യമായ കുറവ് അനുഭവപ്പെടുകയില്ലെങ്കിലും പുതിയ മോർഗേജുകളുടെയും റീമോർഗേജുകളുടെയും ട്രെൻഡ് നിശ്ചയിക്കാൻ ഈ തീരുമാനം ഉപകരിക്കും. 9 അംഗ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ബാങ്ക് ഗവർണർ ആൻഡ്രൂ ബെയ്ലി ഉൾപ്പെടെ 5 പേർ പലിശ കുറയ്ക്കാനുള്ള തീരുമാനത്തെ അനുകൂലിച്ചപ്പോൾ 4 പേർ പലിശ ഇനിയും അതേപടി നിലനിർത്തണമെന്ന അഭിപ്രായക്കാരായിരുന്നു. പലിശ നിരക്കിൽ കുത്തനെയുള്ള കുറവ് വരും മാസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് തീരുമാനം വിശദീകരിച്ചുകൊണ്ടുള്ള ബാങ്ക് ഗവർണറുടെ വാക്കുകൾ. എങ്കിലും ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തോടെ പലിശ നിരക്ക് 4% അടുത്തെത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. പണപ്പെരുപ്പ നിരക്ക് 2% എത്തിയിട്ട് മാസങ്ങളായിട്ടും പലിശ നിരക്ക് കുറയ്ക്കാത്ത ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ നിലപാട് ശക്തമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തുടർച്ചയായ 8ാം സിറ്റിംഗിലും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നിരാശാജനകമായ നിലപാട് തുടരുമോ എന്ന ആശങ്കയിലായിരുന്നു ജനം. എന്നാൽ 3 മാസത്തിലേറെയായി പണപ്പെരുപ്പ നിരക്ക് 2% താഴെ നിൽക്കുന്നത് പലിശ കുറയ്ക്കാൻ ബാങ്കിനെ നിർബന്ധിതരാക്കി. കോവിഡിൻ്റെയും യുക്രൈൻ യുദ്ധത്തിൻ്റെയും പശ്ചാത്തലത്തിൽ 11% മുകളിലായിരുന്ന പണപ്പെരുപ്പ നിരക്ക് 3 വർഷത്തിനിടെ ആദ്യമായാണ് തുടർച്ചയായി 3 മാസക്കാലം 2% തുടരുന്നത്. 2022 ഒക്ടോബറിലാണ് ബ്രിട്ടനിലെ പണപ്പെരുപ്പ നിരക്ക് 40 വർഷത്തെ റെക്കോർഡ് ഭേദിച്ച് 11.2% എത്തിയത്. യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിലുണ്ടായ കുതിച്ചുകയറ്റമാണ് പണപ്പെരുപ്പ നിരക്ക് എല്ലാ സീമകളും ലംഘിച്ച് മുന്നേറാൻ കാരണമായത്. ഇതിനെ നേരിടാൻ ഘട്ടം ഘട്ടമായി പലിശ നിരക്ക് ഉയർത്തിയ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 0.25% ദേശീയ പലിശ നിരക്ക് 5.2 എന്ന റെക്കോർഡ് നിരക്കിൽ എത്തിച്ചു. ഇതോടെ മോർഗേജിലും മറ്റു വായ്പകളിലും പലിശ നൽകി വലയുന്ന സ്ഥിതിയിലായി ബ്രിട്ടനിലെ ജനങ്ങൾ. ബ്രിട്ടനിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.